സാവിത്രി, നീ എപ്പോഴാ വന്നേ, എന്തിനാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ഇങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ വെപ്പിച്ച് ഒരുത്തൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേരെ എന്നോട് ചോദിക്കും, നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. ഞാൻ താമസിച്ചു പോയി വിളിച്ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നോ. സമയത്തെ നോക്ക്. ഇനിയിപ്പോ സമയം നോക്കി എന്താ കാര്യം? സൂര്യന്റെ നെറുകന്തലയിലെത്തി. നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടേന്ന് കരുതിയ. ഇനി ഞാൻ താമസിച്ചു വരില്ല. അതാ വേണ്ടത്. നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പൊ വെയിൽ മൂക്കുന്നതിന് മുമ്പേ തണൽ വെച്ചെങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്ക. പിള്ളച്ചേട്ടൻ ജോലിക്ക് നിർത്തുന്നില്ല. വേണ്ട, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. എടി സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. ഞാൻ വരുന്നു. എന്താ നാടോ? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുവൊന്നും വേണ്ട. അല്ല, പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താടോ? എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്. ഉച്ച കയറാൻ സമയം ഇത് കണ്ട സമയം നോക്ക്. അത് പിന്നെ അങ്ങനെയല്ലോ. അത് ശരി, ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചു വന്ന് വരും. അത് ശരി. അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടയോ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ? സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. പിള്ളേ, എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. സാവിത്രി, ആ പൂവൊന്ന് ഒട്ടിച്ചേ, ഫ്ലവർ വൈസ് വയ്ക്കാനേ. വന്നേ. എന്താ സാവിത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാവിത്രി, അതിൽ മഷി ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. അയ്യോ, ഇത് പഴയ ഇല്ലെന്നാണല്ലോ. അയ്യോ, ഇതിലെഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോവും. എഴുത്തിടുമ്പോഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതിൽ പറഞ്ഞാ മതി ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. അമ്മയ്ക്ക് എഴുതുമ്പോഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. സാവിത്രി, ഞാനൊന്നും ഓർത്തില്ല, അതങ്ങനെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്കെങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയെങ്കിലും അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്. എന്നോട് ക്ഷമിക്കില്ലേ?
മോളെ? ഒന്നുമില്ലമ്മേ. നീ എന്താ ആലോചിച്ചിരിക്കുന്നു? ഒന്നുമില്ലമ്മേ. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വേഗം വാ. സാവിത്രി, സാവിത്രിക്ക് എന്നോട് വെറുപ്പാണ്. എനിക്ക് സാവിത്രി ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു സാവിത്രി വാതിൽ തുറക്കില്ലെന്ന്. പേടിക്കണ്ട, എനിക്ക് സാവിത്രി എന്തിഷ്ടമാണെന്നോ. വേണ്ട. സാവിത്രി എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിന് ആ ഓർമ്മയ്ക്ക് സാവിത്രി എന്താണ് എനിക്ക് തരിക? ഞാൻ എന്ത് ചോദിച്ചാലും അത് തരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാവങ്ങളാണ്. എന്നെ ഉപദ്രവിക്കരുത്. സാവിത്രിക്ക് തെറ്റി. എനിക്ക് മറ്റൊന്നും വേണ്ട. ഇതിലൊന്ന്, ഒരു വള, ഇത് മതി. എന്നും സാവിത്രിയുടെ ഓർമ്മയ്ക്ക്. സാവിത്രി, വാതിൽ ചേർന്നോളൂ. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്ക് തന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഈ വർഷവും മഴ തന്നെയെന്നാ തോന്നണത്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നല്ലോ സാവിത്രി. ദൈവം കൊണ്ട് എത്തിച്ചതാ. സാവിത്രി, ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല, ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ, ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി.
അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാറ് ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവൾ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ, താൻ വിളിച്ചിട്ടു. നിനക്ക് ഇതൊക്കെ പിഴിഞ്ഞ് ഉണക്കായിട്ടുണ്ടായിരുന്നു. വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. സാത്രി, നീ പോരെന്നാ പറഞ്ഞേ. ഞാൻ പോകും. നിന്നെ എന്നെ കൊണ്ട് നിർത്തില്ല. എന്നെ വിട്. നീ നിങ്ങൾ പോ. കൊള്ളരുതാത്തതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ വിടാൻ. നീ ഇവിടുന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അയ്യോ. ഇല്ലേ? എന്നെ വിടാൻ. അയ്യോ. ഇയാൾക്ക് പറയുന്ന കേട്ടോ. നീ പോവല്ലേ? സാത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണം ചെയ്യാം, പക്ഷേ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെപ്പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ, സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അതിന്റെ വേദന, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ? എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം. സാവിത്രി, നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഇതാ ഇപ്പൊ ഒരു ബസ്സുണ്ട്, ഞാൻ സാവിത്രിയെ ബസ് സ്റ്റാൻഡിൽ വിടാം. അതാ നല്ലത്. ഉച്ച കഴിഞ്ഞ് ഞാനങ്ങെത്താം. വരൂ.